നാടകങ്ങളിലൂടെയും കഥാപ്രസംഗങ്ങളിലൂടെയും പാട്ടിലൂടെയും സിനിമകളിലൂടെയും നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെയാകും പൈങ്കിളി എന്നൊരു പാട്ട് കേട്ടാൽ ആരുടെ ഹൃദയമാണ് ഇളകാത്തത്? പക്ഷേ അവിടെ നിന്നും ഒരു പാട്ട് കേട്ടാൽ അസ്വസ്ഥമാവുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വ്രണപ്പെടുന്നത് മതവികാരമല്ല, രാഷ്ട്രീയ വികാരമാണ്. ഒരു പാട്ടുകൊണ്ട് രാഷ്ട്രീയ വികാരം വ്രണപ്പെടുന്നത് ഇടതുപക്ഷത്തിന് ചേർന്ന രീതിയല്ല. അതിന് മറുബദലുകൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വളരെ ക്രിയേറ്റീവായ സർഗാത്മക ശേഷിയുള്ള ആളുകൾ ഈ പാർട്ടിയിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ പാരഡിയിൽ ഒരു നിയമയുദ്ധത്തിനും ഒരു സാമൂഹിക മാധ്യമ പ്രചരണ യുദ്ധത്തിനും ഇറങ്ങുന്നത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അത് ഇടതു രാഷ്ട്രീയമേ അല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് ഈ മതവികാരം വ്രണപ്പെടുമെന്ന് പറയുന്ന BNSന്റെ സെക്ഷൻ 299 നിൽക്കുമോ എന്നുള്ളതാണ്. നമ്മൾ വിശദമായി 299 സെക്ഷൻ പരിശോധിക്കുമ്പോൾ അതിൽ മനസ്സിലാവുന്നത് ഏതെങ്കിലും തരത്തിൽ മതവികാരം വ്രണപ്പെടുന്ന രീതിയിൽ വാക്കുകളിലൂടെയോ ഇലക്ട്രോണിക് മീഡിയയിലൂടെയോ ഏതെങ്കിലും സൈനുകളിലൂടെയോ അടയാളങ്ങളിലൂടെയോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മളതിൽ വേർഡ് ബൈ വേർഡായിട്ട് നമ്മളെടുത്ത് പരിശോധിച്ചാൽ അതിലെവിടെയാണ് മതവികാരം വ്രണപ്പെടുക? സ്വർണം കട്ടവൻ ആരപ്പ, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നമ്മളുടെ തലക്കെട്ടാണ്. നമ്മൾ തന്നെ എത്രയോ തവണ തലക്കെട്ടിട്ടുണ്ട്. സ്വർണം പോറ്റി പറ്റിച്ചു എന്നാണ് നമ്മളൊരു തലക്കെട്ടിട്ടത്. അത് എല്ലാ പോറ്റിമാരെയും കുറിച്ചല്ല. അതിലൊരാൾ എന്നെ വിളിച്ചു പറഞ്ഞു അതൊരു സമുദായത്തെ അവഹേളിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് കൂടി നമ്മൾ ഇട്ടു. പക്ഷേ ഇവിടെ സ്വർണം കെട്ടവൻ ആരപ്പ എന്ന് ചോദിച്ചാൽ അതിനകത്ത് വ്രണപ്പെടേണ്ട കാര്യമില്ലല്ലോ.